ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവുകയാണ്, റെസിഡൻസ് ആൻഡ് ടാക്സ് ലയബിലിറ്റി. ഇതിൽ ആദ്യം നമ്മൾ ഒരു പേഴ്സന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ആദ്യം വരുന്നത് ഒരു ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ആണ്. ബ്രോഡ് ക്ലാസിഫിക്കേഷനിൽ രണ്ടായി തരംതിരിക്കാം. ഒന്ന് റെസിഡന്റ്, പിന്നൊന്ന് നോൺ റെസിഡന്റ്. റെസിഡന്റിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഓർഡിനറിലി റെസിഡന്റ്, പിന്നൊന്ന് നോട്ട് ഓർഡിനറിലി. ഇങ്ങനെയാണ് മൂന്ന് റെസിഡൻഷ്യൽ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതായത് ഓർഡിനറിലി റെസിഡന്റ്, നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആൻഡ് നോൺ റെസിഡന്റ്. ഇങ്ങനെയാണ് മൂന്ന് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വരുന്നത്. ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കമ്പ്യൂട്ട് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ടാക്സ് ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റി എത്രയാണ് എന്ന് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ വ്യക്തിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അല്ലാതെ ആ വ്യക്തിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും സിറ്റിസൺഷിപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഈസ് പ്യൂർലി ഫോർ ടാക്സ് പർപ്പസ്. ഒരു വ്യക്തിക്ക് എത്രത്തോളം ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് ആ വ്യക്തി ഇതിലെ ഏത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ പെടുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് ഒരു ഇൻഡിവിജ്വലിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ് പഠിക്കുന്നത്. സോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. അപ്പോൾ an individual can be an ordinarily resident, a not ordinarily resident and a non-resident. ഇങ്ങനെ മൂന്ന് ക്ലാസിഫിക്കേഷൻ ഒരു ഇൻഡിവിജ്വലിന് അസ്യൂം ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ മൂന്ന് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഒരു ഇൻഡിവിജ്വലിന് അസ്യൂം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആണോ, ഓർഡിനറിലി റെസിഡന്റ് ആണോ, നോൺ റെസിഡന്റ് ആണോ എന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ന് നമ്മൾ പറയുന്നത് ആ വ്യക്തി ബേസിക് കണ്ടീഷൻസും അഡീഷണൽ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഈ ബേസിക് കണ്ടീഷൻ എന്നുള്ളത് നോക്കാം. സോ ബേസിക് കണ്ടീഷൻ. ബേസിക് കണ്ടീഷനിൽ രണ്ട് കണ്ടീഷനാണ് ഉള്ളത്. ബേസിക് കണ്ടീഷനിൽ രണ്ട് കണ്ടീഷനാണുള്ളത്. അതിൽ ആദ്യത്തെ കണ്ടീഷൻ എന്താണ് എന്നുള്ളത് നോക്കാം. ആദ്യത്തെ കണ്ടീഷനിൽ പറയുന്നത് ദ പേഴ്സൺ ഷുഡ് ബി അല്ലെങ്കിൽ ദ ഇൻഡിവിജ്വൽ ഷുഡ് ബി ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 182 days or more ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ ആ വ്യക്തി ഇന്ത്യയിൽ 182 ഡേയ്സോ അതിൽ കൂടുതലോ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ പ്രീവിയസ് ഇയർ ഏതാ? പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 1st April 2019 മുതൽ 31st March 2020 വരെയുള്ളതാണ് നമ്മുടെ പ്രീവിയസ് ഇയർ. അപ്പൊ ഈ പ്രീവിയസ് ഇയറിൽ ആ വ്യക്തി ഇന്ത്യയിൽ 182 ഡേയ്സോ അതിൽ കൂടുതലോ ഉണ്ട് എങ്കിൽ നമ്മൾ ആ വ്യക്തി ആ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയും. ക്ലിയർ? ഇതിൽ ഈ 182 ഡേയ്സ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തി ഇപ്പൊ ഇന്ത്യയിലേക്ക് വരുന്നതാണ് എങ്കിൽ ആ എൻട്രി ഡേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യും. അതുപോലെ ഒരു വ്യക്തി ഇന്ത്യ വിട്ടു പോവുകയാണ് എങ്കിൽ ആ എക്സിറ്റ് ഡേറ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഇന്ത്യയിലേക്ക് എൻട്രി ചെയ്യുന്ന ആ എൻട്രി ഡേറ്റും ഇന്ത്യയിൽ നിന്നും പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ ഇന്ത്യ വിട്ടു പോകുമ്പോഴുള്ള ആ ഒരു എക്സിറ്റ് ഡേറ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ 182 ഡേയ്സ് തികയുന്നുണ്ടോ എന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യും. അപ്പോൾ 182 ഡേയ്സ് ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ 182 ഡേയ്സിന് കൂടുതൽ ഉണ്ടായാലും കുഴപ്പമില്ല. നമ്മൾ പ്രീവിയസ് ഇയറിൽ ഇത്രയും ദിവസം ആ ഇൻഡിവിജ്വൽ ഇന്ത്യയിൽ ഉണ്ട് എങ്കിൽ say that the individual satisfies the first basic condition. ഇനി സെക്കൻഡ് ബേസിക് കണ്ടീഷൻ എന്താണ് എന്നുള്ളത് നോക്കാം. സെക്കൻഡ് ബേസിക് കണ്ടീഷൻ. സെക്കൻഡ് ബേസിക് കണ്ടീഷനിൽ പറയുന്നത് the individual has been in India for at least 365 days during the 4 years preceding the previous year and is in India for at least 60 days during the previous year. അപ്പോൾ ബേസിക് കണ്ടീഷന്റെ സെക്കൻഡ് കണ്ടീഷനിൽ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ സെക്കൻഡ് ബേസിക് കണ്ടീഷനിൽ മൊത്തം രണ്ട് കണ്ടീഷൻ ആണുള്ളത്. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമ്മൾ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയുള്ളൂ. അപ്പൊ അതിൽ ആദ്യത്തെ കണ്ടീഷൻ എന്താ? The individual should be in India for at least
365 days during the 4 years preceding the previous year. പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 4 കൊല്ലങ്ങളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ 365 ഡേയ്സ് ആ വ്യക്തി ഇന്ത്യയിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ പ്രീവിയസ് ഇയർ നമ്മൾ പറഞ്ഞു 2019-20 ആണ് നമ്മുടെ പ്രീവിയസ് ഇയർ. അപ്പൊ പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 4 വർഷം എന്ന് പറയുമ്പോൾ 2018-19, 17-18, 16-17, 15-16 ഈ 4 കൊല്ലങ്ങൾ എടുത്തിട്ട് ഈ 4 കൊല്ലത്തില് മൊത്തത്തില് ആ വ്യക്തി ഇന്ത്യയില് 365 ഡേയ്സ് ഉണ്ടായിരിക്കണം. പ്ലസ് ഇതിന്റെ കൂടെ ഒരു കണ്ടീഷൻ കൂടെ പറയുന്നുണ്ട്. പ്ലസ് പ്രീവിയസ് ഇയറില് ഈ വ്യക്തി ഇന്ത്യയിൽ എത്ര ദിവസം ഉണ്ടായിരിക്കണം? 60 ഡേയ്സ് ഉണ്ടായിരിക്കണം. പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സും ഉണ്ടായിരിക്കണം. പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 4 കൊല്ലങ്ങളിൽ ടോട്ടൽ 365 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ നമ്മൾ പറയും ആ ഇൻഡിവിജ്വൽ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് നമ്മൾ പറയും. അതായത് പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 4 വർഷങ്ങളിൽ ടോട്ടൽ 365 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടാവണം. അത് കൂടാതെ അല്ലെങ്കിൽ അതിന് പുറമെ പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടാവണം. ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയും ആ വ്യക്തി സെക്കൻഡ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് നമ്മൾ പറയും. ഇനി ഇത്രയുമാണ് ബേസിക് കണ്ടീഷനിൽ പറയുന്നത്. ഈ ബേസിക് കണ്ടീഷനിൽ എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് ഈ സെക്കൻഡ് ബേസിക് കണ്ടീഷൻസിൽ 60 ഡേയ്സ് എന്ന് പറയുന്നുണ്ടല്ലോ. പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സ് എന്ന് പറയുന്നുണ്ട്. ആ 60 ഡേയ്സ് എന്ന് പറയുന്നത് ചില സിറ്റുവേഷൻസിൽ 182 ഡേയ്സ് തന്നെ ആവണം. അത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് എന്ന് നോക്കാം. എക്സെപ്ഷൻസ് ടു ദ എബവ് റൂൾ ഓഫ് 60 ഡേയ്സ് സ്റ്റേ ഇൻ ഇന്ത്യ. അതായത് 2 സിറ്റുവേഷനിൽ ഈ 60 ഡേയ്സ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ എന്ന് പറയുന്ന ആ സെക്കൻഡ് ബേസിക് കണ്ടീഷനിൽ 60 ഡേയ്സ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 182 ഡേയ്സ് ആയി മാറും. അത് ഫസ്റ്റ് ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് if a person is leaving India for employment purpose in any previous year or he is leaving India as a member of crew of an Indian ship. അതായത് ഇന്ത്യൻ ഷിപ്പിന്റെ ക്രൂ മെമ്പർ ആയിട്ടോ ഇന്ത്യയിൽ നിന്നും ആ വ്യക്തി പോകുന്നത് വിദേശത്ത് ഒരു എംപ്ലോയ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ടോ ആണ് എങ്കിൽ പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സ് ഇന്ത്യയിൽ ഇരുന്നാൽ പോരാ, 182 ഡേയ്സ് ഇന്ത്യയിൽ ഇരിക്കേണ്ടി വരും. പിന്നെ രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് if any citizen of India or a foreign national of Indian origin who is living outside India comes on a visit to India in the previous year, he must have stayed in India for at least 182 days during the previous year instead of 60 days. അതായത് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന ഒരു ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വരുന്ന ഒരു ഇന്ത്യൻ സിറ്റിസൺ, ഇന്ത്യയിലേക്ക് തിരിച്ചു വരില്ല, ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വരുന്ന ഒരു ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ ഒരു ഫോറിൻ നേഷണൽ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. അപ്പോൾ ഫോറിൻ നേഷണൽ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയുടെ ഗ്രാൻഡ് പാരൻസോ ഇന്ത്യയിൽ ജനിച്ച അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺസ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ആ വ്യക്തി ഇന്ത്യൻ സിറ്റിസൺ അല്ല, അല്ലെങ്കിൽ ആ വ്യക്തി ഇന്ത്യയിലത്തെ ആളല്ല, പക്ഷെ ആ വ്യക്തിയുടെ പാരൻസോ ഗ്രാൻഡ് പാരൻസോ ഇന്ത്യൻ ഒറിജിനുള്ള ആളാണ് എങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺസ് ആണ് എങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ. അപ്പൊ പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിനും അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസണോ പ്രീവിയസ് ഇയറിൽ ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട് എങ്കിൽ ആ സിറ്റുവേഷനിൽ പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സ് ഉണ്ടായാൽ പോരാ, 182 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയുള്ളൂ. അപ്പം 182 ഡേയ്സ് വരുന്ന സിറ്റുവേഷൻസ് ഇതാണ്. ഒന്ന്, ഇന്ത്യയിൽ നിന്നും ജോലിക്കായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യൻ ഷിപ്പിലെ ക്രൂ മെമ്പർ ആയിട്ടോ കഴിഞ്ഞ വർഷം പോവുകയാണ് എങ്കിൽ പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സിന് പകരം 182 ഡേയ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ ഇന്ത്യയിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വരുന്ന ഒരു ഇന്ത്യൻ സിറ്റിസണോ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിനോ ആണ് എങ്കിൽ ആ വ്യക്തി പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ഇന്ത്യയിൽ ഇരുന്നാൽ മാത്രമേ നമ്മൾ ആ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയുന്നു. ഇനി നമുക്ക്
അഡീഷണൽ കണ്ടീഷൻ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അപ്പോൾ അഡീഷണൽ കണ്ടീഷൻസിലും ഈ പറയുന്ന രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഈ രണ്ട് കണ്ടീഷൻസും എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് അഡീഷണൽ കണ്ടീഷൻ എന്ന് പറയുന്നത് the individual has been a first additional condition. ഫസ്റ്റ് അഡീഷണൽ കണ്ടീഷനിൽ പറയുന്നത് the individual has been a resident in India, in at least 2 years out of the 10 previous years preceding the relevant previous year. Yes. അപ്പോൾ റെസിഡന്റ് ആയിരിക്കണം എത്ര വർഷം? 2 വർഷം. എത്ര വർഷങ്ങളിലെ? പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിലേതെങ്കിലും 2 വർഷം ആ വ്യക്തി ഇന്ത്യയിലത്തെ റെസിഡന്റ് ആയിരിക്കണം. ഇതെന്താണെന്ന് നോക്കാം. അപ്പോൾ പ്രീവിയസ് ഇയർ 2019-20 ആണ് പ്രീവിയസ് ഇയർ. ഇതാണ് നമ്മുടെ പ്രീവിയസ് ഇയർ. അപ്പൊ അതിനു മുമ്പുള്ള 10 വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ 2018-19, 17-18, 16-17, 15-16, 14-15, 13-14, 12-13, 11-12, 10, 1, 2, 3, 4, 5, 6, 7, 8, 9, ഒരു വർഷം കൂടെ 9, 9, 10, 10, 11, 11, 12, 12, 13, 13, 14, 14, 15, 15, 16, 16, 17, 17, 18, 18, 9, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 വർഷം. പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷം. ഈ 10 വർഷങ്ങളിൽ എടുത്ത് നോക്കിയിട്ട് ഇതിലേതെങ്കിലും 2 വർഷം ആ ഇൻഡിവിജ്വൽ റെസിഡന്റ് ആയിരിക്കണം. അതായത് ഈ 10 വർഷങ്ങളിൽ ഏതെങ്കിലും 2 വർഷം the person should have satisfied any of the basic condition. അതായത് ഏതെങ്കിലും 2 വർഷം ഫസ്റ്റ് ബേസിക് കണ്ടീഷനോ സെക്കൻഡ് ബേസിക് കണ്ടീഷനോ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ക്ലിയർ? അപ്പൊ 10 വർഷം പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷങ്ങൾ എടുക്കുക. എന്നിട്ട് ഈ 10 വർഷങ്ങളിൽ ഏതെങ്കിലും 2 വർഷങ്ങളിൽ ഈ ഇൻഡിവിജ്വൽ ഫസ്റ്റ് ബേസിക് കണ്ടീഷനോ സെക്കൻഡ് ബേസിക് കണ്ടീഷനോ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ വ്യക്തി ഫസ്റ്റ് അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നർത്ഥം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം 2 ഇയേഴ്സിൽ റെസിഡന്റ് ആയിരിക്കണം. പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷങ്ങളിൽ എടുത്തിട്ട് അതിൽ ഏതെങ്കിലും 2 വർഷം ഈ ഇൻഡിവിജ്വൽ റെസിഡന്റ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതായത് ഫസ്റ്റ് ബേസിക് കണ്ടീഷനോ സെക്കൻഡ് ബേസിക് കണ്ടീഷനോ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലാണ് നമ്മൾ ആ വ്യക്തിയെ റെസിഡന്റ് എന്ന് വിളിക്കുക. അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഏതെങ്കിലും 2 വർഷം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ ആ വ്യക്തിയെ ഫസ്റ്റ് അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയും. ഇനി സെക്കൻഡ് അഡീഷണൽ കണ്ടീഷൻ എന്താണ് എന്നുള്ളത് നോക്കാം. He should have been in India for at least 730 days. He should have been in India for at least 730 days in all during the 7 previous years preceding the
relevant previous year. So he should be in India for at least 730 days in all during the 7 previous year preceding the relevant previous year. Relevant previous year 2019, 2020. ഇതാണ് നമ്മുടെ relevant previous year. Relevant previous year മുമ്പുള്ള 7 വർഷങ്ങൾ എന്ന് പറയുമ്പോൾ 2018, 19, 17, 18, 16, 17, 15, 16, 14, 15, 13, 14, 12, 13. 1, 2, 3, 4, 5, 6, 7. അപ്പോൾ ഈ 7 വർഷങ്ങൾ എടുത്ത് നോക്കാം. എന്നിട്ട് ഈ 7 വർഷങ്ങളിൽ ടോട്ടൽ ആ വ്യക്തി ഇന്ത്യയിൽ 730 ഡേയ്സ് ഉണ്ടോ എന്ന് നോക്കാം. 730 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ട് എങ്കിൽ, അതായത് പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 7 വർഷങ്ങൾ എടുക്കാം. പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 7 വർഷങ്ങൾ എടുത്തിട്ട് ആ ടോട്ടൽ എടുത്താൽ ആ വ്യക്തി ഇന്ത്യയിൽ 730 ഡേയ്സോ അതിൽ കൂടുതലോ ഉണ്ട് എങ്കിൽ ആ വ്യക്തി സെക്കൻഡ് അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇവരെ നമുക്ക് എന്തായി ക്ലാസിഫൈ ചെയ്യണം? ordinarily resident, not ordinarily resident, പിന്നെ നോൺ റെസിഡന്റ്. ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക് ഇവരെ ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ നമുക്ക് ഇവരെ ഈ ബേസിക് കണ്ടീഷൻസിന്റെയും അഡീഷണൽ കണ്ടീഷൻസിന്റെയും ബേസിസിലാണ് നമ്മളിവരെ ഓർഡിനറിലി റെസിഡന്റ് ആണോ, നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആണോ, അതോ നോൺ റെസിഡന്റ് ആണോ എന്നുള്ളത് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു വ്യക്തി ഓർഡിനറിലി റെസിഡന്റ് ആവണമെങ്കിൽ he should satisfy one basic condition, ഒരു ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം, പ്ലസ് 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഒരു ബേസിക് കണ്ടീഷനും 2 അഡീഷണൽ കണ്ടീഷനും ഒരു ഇൻഡിവിജ്വൽ സാറ്റിസ്ഫൈ ചെയ്തു കഴിഞ്ഞാൽ ആ ഇൻഡിവിജ്വലിനെ നമ്മൾ ഓർഡിനറിലി റെസിഡന്റ് എന്ന് വിളിക്കും. ദെൻ ഒരു ഇൻഡിവിജ്വൽ ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കുകയും ചെയ്താൽ we call him a not ordinarily resident. അതായത് ബേസിക് കണ്ടീഷൻ ഏതോ ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, ഒന്നല്ലെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ സെക്കൻഡ് കണ്ടീഷൻ. ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, പക്ഷെ അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല. ബട്ട് ഡസ് നോട്ട് സാറ്റിസ്ഫൈ ബോത്ത് ദ അഡീഷണൽ കണ്ടീഷൻ. അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ we call him a not ordinarily resident. ഇനി നോൺ റെസിഡന്റ് ആണ്. ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കുന്ന വ്യക്തിയെയാണ് നമ്മൾ നോൺ റെസിഡന്റ് എന്ന് വിളിക്കുന്നത്. ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത സിറ്റുവേഷനിൽ അഡീഷണൽ കണ്ടീഷൻ ഇറലവന്റ് ആണ്. പിന്നെ അത് ചെക്ക് ചെയ്യേണ്ട കാര്യം. ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ, 2 ബേസിക് കണ്ടീഷനും ചെക്ക് ചെയ്ത് നോക്കാം. 2 ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ ഈസ് എ നോൺ റെസിഡന്റ്. പിന്നെ എന്ത് ചെക്ക് ചെയ്യാൻ പോകേണ്ട കാര്യമില്ല? അഡീഷണൽ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോകേണ്ട കാര്യം ഇല്ല. അപ്പൊ എങ്ങനെയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ഇൻ ദ കേസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ?